أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരമാവധി ജീവിതത്തിൽ പകർത്തി മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏത് സമയവും പോകേണ്ടവരാണ് നമ്മൾ എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. എത്രയാണോ ജീവിക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് അനുമതി നൽകുന്നത് അത്രയും കാലം അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീകളുടെയും അതേപോലെ തന്നെ സ്ത്രീത്വത്തിൻ്റെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും കാലികമായ ഒരു വിഷയം എന്ന് പറയുന്നത്. കൽക്കത്തയിൽ ഒരു വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമായ ചർച്ച അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് മുക്തമായിട്ടില്ല നമ്മൾ. അപ്പോഴേക്കും സാംസ്കാരിക ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കൂടാരം എന്ന് പറയുന്നത് സിനിമാ ലോകമാണ്. ആ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ഏറ്റവും ചീഞ്ഞളിഞ്ഞ വാർത്തകൾ നമ്മയൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഈ സംഭവങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിക സാമൂഹ്യ കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഓർക്കാനും ഓർമ്മിപ്പിക്കാനും നമ്മൾക്കൊരവസരം കിട്ടി എന്നതാണ്. ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായി ഇത്തരം സംഭവങ്ങൾ എന്ന് നമ്മൾ അറിയണം. 2017 ഒരു ചെറിയ വിഷയം, ചെറിയത് എന്നല്ല, ഒരു സിനിമാ രംഗത്തുള്ള ഒരു വ്യക്തിയുമായി ഉണ്ടായ ഒരു വിഷയം 2017 അന്ന് വലിയ ചർച്ചക്ക് വന്ന ഇടം കിട്ടിയിരുന്നു. അന്ന് നിശ്ചയിച്ച ഒരു കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ 2017 ആ കമ്മിറ്റി നിശ്ചയിച്ചത്. ആ ഹേമ കമ്മിറ്റി ഇപ്പോൾ 2024 ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് ഇവിടെ കമ്മീഷൻ പുറത്തു വന്നത്. ഇതൊരു സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ അത്തരം ഒരു ഇൻഡസ്ട്രിയിലുള്ള കേവലം ഒരു കമ്മീഷനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുക എന്നതല്ല. നമ്മുടെ രാജ്യത്തുള്ള ഏത് സ്ഥലങ്ങളിലേക്കും നമ്മൾ നീങ്ങിയാൽ അവിടെ ഒരു കമ്മീഷനെ വെച്ചാൽ അവിടെ ഒക്കെ ഇത് കാണാൻ സാധിക്കും.
അതിലൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലുള്ള ഏത് കമ്മിറ്റികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, ഏത് സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, അവിടങ്ങളിലൊക്കെ ഒരു കമ്മീഷനെ വെച്ച് അവിടത്തെയൊക്കെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഇതുപോലെയുള്ള ചീഞ്ഞളിഞ്ഞ, കേൾക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ തന്നെയായിരിക്കും. അതിലൊരു സംശയമില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു വിഷയം, അത് വല്ലാതെ നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ, ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളൊരു അവലോകനത്തിന് നമ്മൾ വിധേയമാകേണ്ടതുണ്ട്. ലോകത്ത് ഏത് മതത്തിലാണ്, ഏത് ഇസ്സത്തിലാണ് സ്ത്രീ സുരക്ഷയുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇസ്ലാം നൽകുന്ന ഈ രംഗത്ത് ഇസ്ലാം വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വിഷയം സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഏതു മാധ്യമങ്ങൾ എന്നത് ചർച്ചല്ല. ഇപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം, അതൊരു മാധ്യമമായി നമ്മൾ അതിനെ കാണുന്നു. പക്ഷെ അത് നൽകുന്ന ഒരുപാട് വികലമായ സന്ദേശങ്ങൾ, വികലമായി ഈ അടുത്തിടെയായി ഒരു 10-15 കൊല്ലത്തിന്റെ ഇങ്ങോട്ട് അത് നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ ഒട്ടും സമൂഹത്തിനോ വ്യക്തികൾക്കോ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ ടീമിനോ അല്ലെങ്കിൽ ടീൻസ് വിഭാഗത്തിനോ ഒന്നുമല്ല. കാരണം എന്താണെന്നറിയോ? കേവലം ഒരു അനുകരണീയമായ ഒരു അവസ്ഥകളിലേക്കാണ് ഇന്നത്തെ പുതിയ അവതരണങ്ങൾ അത്രയും പോകുന്നത്. നിങ്ങൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കൂ. അത് തുടക്കം തന്നെ അങ്ങനെയായി എന്നതുകൊണ്ടാ ഇവിടെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ ഇത്തരം ഇൻഡസ്ട്രികൾ മൊത്തത്തിൽ ഗ്ലോറിഫൈ ചെയ്യുക, മഹത്വവൽക്കരിക്കപ്പെടുകയാണ് ആദ്യം തന്നെ. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് ഇത് എന്ന് ഇന്നത്തെ യുവാക്കന്മാരെ ബോധ്യപ്പെടുത്തി, അവരുടെ ശരീരത്തിന്റെ നിറം നോക്കി, അവരുടെ മാംസ കഷ്ണത്തിൽ കണ്ണുവെച്ച് ഈ ഇൻഡസ്ട്രി അതിങ്ങോട്ട് പരിപോഷിപ്പിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു മാംസ കഷ്ണത്തിന്, ഇറച്ചി കഷ്ണത്തിന് ആണ് ഇത്തരം ഇൻഡസ്ട്രികൾ വില കൽപ്പിക്കുന്നതെങ്കിൽ ഇസ്ലാം ഈ ഇറച്ചി കഷ്ണത്തിനല്ല വില കൽപ്പിക്കുന്നത് എന്ന ഒരു ബോധ്യം ഈ സമൂഹത്തിന് നമ്മൾ നൽകേണ്ടതുണ്ട്. ഇവിടെ എങ്ങനെ കളവ് നടത്തണം എന്ന് പഠിപ്പിക്കപ്പെടുന്നത് ഇപ്പോ ഇന്നത്തെ ഇതുപോലെയുള്ള സിനിമ മേഖലകളിലൂടെയാണ്. അത് പഠിച്ച് കക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 12 വയസ്സ് 10 വയസ്സിന്റെ മുകളിലോട്ടുള്ള നമ്മുടെ കുട്ടികൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ഹെയർ സ്റ്റൈൽ അത് എവിടുന്ന് കിട്ടിയതാ? അത് ഇതുപോലെയുള്ള ഇൻഡസ്ട്രി നൽകുന്ന സംഭാവനയാണ്. അവരുടെ വസ്ത്ര രീതികൾ അത് എവിടുന്നാ കിട്ടിയത്? അത് ഇത് നൽകുന്ന സന്ദേശമാണ്. അവരുടെ ഭക്ഷണ രീതികൾ, ഭക്ഷണം കഴിക്കുന്ന രീതികൾ, ആ ഭക്ഷണത്തിന്റെ രീതി എന്ന് വേണ്ട ഒരു വ്യക്തി അന്നന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവരുടെ നടത്തം വരെ. ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികൾ, അവർക്ക് അല്ലാഹു തആല നടക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരു രീതി ഉണ്ട്. ആ രീതിയല്ല ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ നടക്കുന്നത്. നടത്തത്തിൽ പോലും ഇതുപോലെയുള്ള സ്റ്റൈലുകൾ അനുകരിച്ച് നീങ്ങാണ്. അപ്പൊ ഇതിന് പറ്റിയ ആളുകളെയാണ് ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പം അവർക്ക് എന്താ കൊടുക്കുന്നത്? ശരീരം കാഴ്ചവെക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഉറപ്പ് പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇതിൽ കയറിക്കൂടാൻ സാധ്യതയുള്ളൂ എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോ ആളുകൾ ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ പറഞ്ഞത് ഇത് ഈ ഒരു മേഖലയെ കുറിച്ച് മാത്രമല്ല.
നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ, മറ്റ് ഭൗതികമായ സ്ഥാപനങ്ങളാകട്ടെ, ഇതിലൊക്കെ ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നിടത്ത് പോലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കമ്മീഷനെ വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രംഗത്തേക്ക് വരും എന്ന് നമ്മൾ അറിയണം. ഇപ്പം മദ്യപാനം മുതൽ ഇതുപോലെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ ഇത്രമാത്രം വ്യാപിച്ചതും നമ്മുടെ കുട്ടികളെ കാർന്ന് തിന്നുന്നതുമെല്ലാം ഇതുപോലെയുള്ള സ്റ്റൈലുകളിലൂടെയാണ്. ആർക്കാ സംശയമുള്ളത്? അത് അനുകരിക്കുകയാണ്. ഇപ്പൊ കുറെ കാലമായി ഈ അനുകരണീയമായ ഒരു സ്വഭാവത്തിലൂടെയാണ് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഠിപ്പിക്കുകയാണ് ഈ ഇത്തരം ഇൻഡസ്ട്രികൾ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ? പെണ്ണ് ആണിനെ പോലെ സവിശേഷമുള്ള ഒരു സൃഷ്ടിയാണ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അല്ലേ? ആണിനും പെണ്ണിനും, ആണിന്റെ പകുതിയാണ് പെണ്ണ്. അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടികളാണിത് എന്ന് ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തുക, ഇസ്ലാം പരിചയപ്പെടുത്തുക. അപ്പം ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ആ മഹനീയമായ ആ ഉത്കൃഷ്ടമായ പദവികളെ കുറിച്ച് നമ്മൾ അറിയണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, സൂറത്ത് നിസാ, സ്ത്രീകൾ എന്ന നാമകരണം ചെയ്യപ്പെട്ട ഒരു സൂറത്തുണ്ട്. അതിന്റെ ഒന്നാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ? യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന. ആണിനെ വേറെയും പെണ്ണിനെ വേറെയും അല്ല, ഒരേ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അങ്ങനെ പെറ്റ് പെരുകി ആണും പെണ്ണും, അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം പോലെ ആണും പെണ്ണുമായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇത് അല്ലാഹു അങ്ങനെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആളുകളെ വേണ്ടാത്തരങ്ങളിലേക്ക് നയിക്കപ്പെടാൻ, അനാവശ്യമായ പ്രവർത്തികളിലേക്ക്, പ്രവണതകളിലേക്ക്, കുടുംബജീവിതം തകർക്കപ്പെടാൻ ഈ മാധ്യമങ്ങൾ ഇപ്പൊ കുറെ കാലമായി ഇതുപോലെയുള്ള സിനിമകൾ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ കലഹമുണ്ടാകുന്നു, കുടുംബ വഴക്കുണ്ടാകുന്നു. അതിൽ മുഖേന എത്രയോ പരസ്പരം വേർപിരിയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രഗത്ഭനായ സംവിധായകൻ ഈ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ സിനിമ കണ്ടിട്ട് 10 കുടുംബമെങ്ങാനും വേർപിരിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനാണ്, ഞാൻ സന്തോഷവാനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു രാജ്യത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സംവിധായകന്റെ വർത്തമാനമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ അറിയണം. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ അറിയണം ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഇൻഡസ്ട്രികൾ ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് വലിയ വലിയ വീരവാദം മുഴക്കുക. ഇപ്പൊ എല്ലാം മാളത്തിൽ കൊണ്ടുപോയി, എല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നു, എല്ലാവരും പരസ്പരം വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇസ്ലാം സ്ത്രീകൾക്ക് എന്തുമാത്രം ഉന്നതമായ പദവിയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ വിഭാഗം ആളുകൾ നൽകുന്നത് എന്താ? മാംസകഷ്ണത്തിന്റെ വില. ആ മാംസകഷ്ണം കണ്ട് അവർക്ക് വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത്, നിങ്ങളെ എടുക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്തേക്ക് നിങ്ങൾ വരണം എന്ന് പറയുന്നിടത്തേക്കല്ലേ എത്തിയത്. ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്ന 2 മഹദികളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഫിറഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, 2 മറിയം ബീവിയെ കുറിച്ച്. ഒരു സൂറത്ത് തന്നെ ആ മഹദിയുടെ പേരിൽ, സൂറത്ത് മറിയം. ആ 2 മഹദികളെ അല്ലാഹു തആല ഉയർത്തിയ എന്തുമാത്രം പദവികൾ കൊടുത്തിട്ടാണ് അല്ലാഹു തആല ഉയർത്തിയിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മൾ മക്കയിലും മദീനയിലും ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, സഫാ മർവയിലൂടെ നമ്മൾ നടത്തുന്ന സഅയ്, ആ നടത്തവും ഓട്ടവും, ഇതെല്ലാം ആരെ അനുസ്മരിച്ചുകൊണ്ട്?
ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ അതിങ്ങനെ തുടർന്നു വരികയാ. കാണാൻ മൊഞ്ചില്ലാത്ത കറുത്ത ഹാജറ റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചുകൊണ്ട് സഅയ് നടത്തുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതറിഞ്ഞുകൂടെ? അല്ലാഹു തആല അതിനു മാത്രം മഹനീയമായ പദവി നൽകി അനുഗ്രഹിച്ച ഒരു വിഭാഗം അവരാണ് സ്ത്രീകൾ. ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്ന് പറയുന്നത് അതാ. എന്നാൽ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്തരം സുരക്ഷിതത്വബോധമില്ലാത്തതും അതേപോലെ തന്നെ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നതും എന്തുകൊണ്ട്? നമ്മളുടെ വീട്ടിലെ നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ സഹോദരികൾ, നമ്മുടെ ഭാര്യമാർ സുരക്ഷിതരാണോ അല്ലേ? നമ്മൾ അവിടെയാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സകല നിയമങ്ങളും സ്ത്രീകളുടെ സുരക്ഷിതത്വവും അഭിമാനവും സംരക്ഷിക്കാൻ പര്യാപ്തമാണ്. ആർക്കും എതിരഭിപ്രായമില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ അതങ്ങനെയാണ്. കാരണം ഈ നിയമം ഇതുപോലെയുള്ള സംഘടനകളോ ഇൻഡസ്ട്രികളോ നൽകുന്ന കാര്യമല്ല. ഈ നിയമം വെച്ചത് ഈ ലോകത്തെ പടച്ച റബ്ബ. ഇത് ദൈവിക നിയമമാണ്. ആ ദൈവിക നിയമമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് പരിപൂർണമായും ഇത് സ്ത്രീകൾക്ക് അഭിമാനവും അതേപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വവും സംരക്ഷിക്കപ്പെടാൻ പര്യാപ്തമാണ്. ഖുർആൻ അങ്ങനെയാ. പുരുഷന്റെ പാതിയാണ് സ്ത്രീ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൻ നിസാ ശഖായിഖുർ റിജാൽ, പുരുഷന്മാരുടെ പാതിയാണ്, ഭാഗമാണ് അത് സ്ത്രീകൾ എന്ന് പറയുന്നത്. പൂർണ്ണമായും അവകാശങ്ങൾ അവർക്ക് കൃത്യമായി നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവരെ ചൂഷണം ചെയ്യുന്നത്? എന്തുമാത്രം അംഗീകാരമാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അവർക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ജുമാക്ക് പോകാം, അള്ളാഹു നൽകിയ ആരാധനാ സ്വാതന്ത്ര്യമാണ്. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി അവർക്ക് പോകാം, അള്ളാഹു നൽകിയിട്ടുള്ള അംഗീകാരമാണത്. മാത്രമല്ല യുദ്ധരംഗത്ത് പോലും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ അനുവാദം നൽകിയിരുന്നു സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം. അത്രമാത്രം ഒരുപാട് അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് ഇസ്ലാം പഠിപ്പിച്ച കുറച്ച് നിയമങ്ങളുണ്ട്. സ്ത്രീകള് സുരക്ഷിതത്വമുള്ളവരാകണമെങ്കിൽ അതിനുള്ള വഴി എന്താ? ലോകത്തെ പടച്ച റബ്ബ് ചില നിയമങ്ങൾ പറഞ്ഞു തന്നു. ആ നിയമങ്ങൾ ഞാനും നിങ്ങളും പാലിക്കുന്നുണ്ടോ? അത് പാലിക്കുന്നുണ്ടോ ഇല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. എങ്ങനെയാ വസ്ത്രം ധരിക്കേണ്ടത്? എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? ഏതെല്ലാം ഭാഗങ്ങൾ മറച്ചു വെക്കണം? വളരെ കൃത്യമായി ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കുന്നുണ്ടോ നമ്മൾ? നമ്മുടെ മക്കൾ പാലിക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യമാർ ഇത് പാലിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരാണ് കുറ്റക്കാർ? സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നതിന്റെ കുറ്റക്കാർ ആരാ? നമ്മൾ അറിയണം. വളരെ കൃത്യമായി പ്രവാചകനോട് വിളംബരം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. നബിയെ ഭാര്യമാരോട് പറയണം, പെൺകുട്ടികളോട് പറയണം, സമൂഹത്തിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് പറയണം, അവർ അവരുടെ മറക്കട്ടെ, മറക്കേണ്ട ഭാഗങ്ങൾ പരിപൂർണമായും ഹിജാബ് ധരിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചാൽ പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിന് നമ്മൾ തയ്യാറല്ല, നമ്മൾ അതിന് തയ്യാറല്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ച രണ്ടാമത്തെ മാർഗം പരപുരുഷന്മാരോടൊപ്പം ഒഴിഞ്ഞിരിക്കുക. അതിനുള്ള അവസരം എവിടെ ഉണ്ടാകുമോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താ സംശയം? പുരുഷന്മാര് ഉള്ളിടത്ത് സ്ത്രീകൾ അവർക്ക് അവരുടെ സുരക്ഷിതത്വം പരിപൂർണമായി ഏറ്റെടുക്കേണ്ടവർ ഇല്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു,
قال رسول الله صلى الله عليه وسلم لا يخلون رجل بامرأة إلا مع ذي محرم. ഒരൊറ്റ പെണ്ണിനെയും ഒറ്റയ്ക്ക് വിടരുത്, മഹ്റമില്ലാതെ, മഹ്റമിന്റെ കൂടെയല്ലാതെ പെണ്ണിനെ ഒറ്റയ്ക്ക് വിടരുത് എന്നത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. നമ്മൾ ആ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ? പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് തലേ കൈകെട്ടിയിട്ട് കാര്യമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ട്. ഇത് പാലിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ചൂഷണങ്ങൾക്ക് സ്ത്രീകൾ വിധേയമാകുന്നത്. പുരുഷന്മാരോടൊപ്പം ചേർന്ന് കൂടിക്കലരൽ നമ്മുടെ രാജ്യത്ത് അതല്ലേ ഉള്ളൂ. ഈ കൂടിക്കലർന്ന് പരസ്പരം ആണിനെയും പെണ്ണിനെയും അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം വേഷഭൂഷാദികൾ പോലും ആ ഒരവസ്ഥയിലേക്ക് നീങ്ങി. അങ്ങനെയാ ആ ഒരവസ്ഥയിൽ ഉണ്ടാവരുത് എന്നത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഖൈറായത് ഒന്നാമത്തെ സഫ്. വ ശർറുഹാ ആഖിറുഹാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഖിറ് അവർക്ക് ഏറ്റവും അവസാനം അവർക്ക് തിന്മയുണ്ടാക്കുന്നതാ. ഒന്നിച്ചുള്ള ഒരു സദസ്സാണെങ്കിൽ, ഒന്നിച്ചുള്ള ഒരു സഭയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട മര്യാദ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഖിറുഹാ അവർക്ക് ഏറ്റവും നല്ലത് ഏറ്റവും അവസാനത്തിലാണ്, അവസാനത്തെ സ്വപ്പാണ്, ആണുങ്ങളുടെ പിറകെയാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അവരുടെ ശർറ് എന്ന് പറയുന്നത് അവ്വലുഹ, ആദ്യം ഒന്നാമത്തെ സഫിലും രണ്ടാമത്തെ സഫിലും കയറി നിൽക്കുകയും അവര് കൂടുതൽ കൂടുതൽ ആ ഒരു ആവേശത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതവർക്ക് ദോഷകരമായി ബാധിക്കുമെന്നത് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചതാ. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെ രാജ്യത്ത് ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിസരത്തോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെയുള്ള നമ്മുടെ മക്കൾ ഏതെങ്കിലും വിധേനെ ചൂഷണത്തിന് വിധേയമാകുന്നുവെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ആദ്യം സ്വയം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇസ്ലാം വളരെ കൃത്യമായി ഈ വിഷയത്തെ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ ഒറ്റയ്ക്ക് യാത്ര, അവരെ യാത്രക്ക് അനുവദിക്കുക, അത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. മഹ്റമില്ലാത്ത മഹ്റം ഇന്നെന്താ, ഇന്ന് ഒരു ബൈക്കിൽ ആരാണ് യാത്ര ചെയ്യുന്നതെന്ന് ആർക്കറിയാം? അങ്ങനെയല്ല ഇന്നത്തെ ഒരു സ്ഥിതി. അങ്ങനെ ഒരു ഫ്രണ്ടിൽ ഇസ്ലാം പറയുന്നില്ല, ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. ഒരുമിച്ചിരുന്ന് യാത്രയും ഒരുമിച്ചിരുന്ന് പോക്കും, ഒരുമിച്ച് മാതാപിതാക്കളെ കണ്ടാൽ പോലും നാണമില്ലാത്ത വിധം കുട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്തുമാത്രമുണ്ട്? നാളെ പരലോകത്ത് വരാൻ പോകുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഈ പുതിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ പുതിയ ഈ ഒരു ആധുനിക സമൂഹത്തിനോ അറിയാതെ പോകുന്നുവോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ. ഒരൊറ്റ പെണ്ണിനും അനുവദനീയമല്ലേ അല്ല അൻ തുസാഫിറ, യാത്ര ചെയ്യൽ, ഇല്ലാ മഅഹാ ദൂ മഹ്റമിൻ മിൻഹാ, മഹ്റമില്ലാതെ, വിവാഹം നിഷിദ്ധമാക്കിയ ആരെങ്കിലും കൂടെ ബന്ധത്തിലുള്ളവർ കൂടെ ഇല്ലാതെ ഒരിക്കലും യാത്ര പാടില്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാ. ഇത് ഇന്ന് തുടങ്ങിയൊന്നല്ല. എന്തുകൊണ്ടാ? ഇന്ന് ഇപ്പൊ ഉണ്ടായ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട ഈ സംഭവമൊക്കെയായി നമ്മൾ ഇസ്ലാമില് സ്ത്രീക്ക് നൽകുന്ന ആ സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ച് നമ്മൾ ഏറെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വഅഹ്ലീകും നാറ. എത്ര കൃത്യമാണ്! നിങ്ങൾ നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ മക്കളെയും നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നാറ, തീയൻ.
നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണം എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാകണം നമ്മുടെ ജീവിതം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ നബിയിൽ കരീം وعلى آله وصحبه أجمعين. أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ ഒരായത്ത്, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദകരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആര് അമൽ സ്വാലിഹാത്ത് ചെയ്താലും നല്ലതാര് ചെയ്താലും, വഹുവ മുഅ്മിനുൻ, പക്ഷെ മുഅ്മിനായിക്കൊണ്ടാവണം, വിശ്വാസിയായിക്കൊണ്ട്, ആണാവട്ടെ പെണ്ണാവട്ടെ. ഇവിടെ ആണിന് പ്രത്യേകമായ ഒരു പദവിയോ പെണ്ണിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു പദവി കുറച്ചിലോ ഇല്ല. മുഅ്മിനായിക്കൊണ്ട് മുഅ്മിനത്തായിക്കൊണ്ട് ആര് നന്മ ചെയ്താലും ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും, അതിലൊരു സംശയവുമില്ല. വലാ യുദ്ലമൂന നഖീറ, ഒരു പോയിന്റ് പോലും അവർക്ക് കുറവ് വരില്ല, ആണാവട്ടെ പെണ്ണാവട്ടെ. അത് വളരെ കൃത്യമായ ഖുർആനിൻ്റെ നസ്സായ ഒരു വർത്തമാനമാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമ്മൾക്ക് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള അധികാര പരിധികളുണ്ട്. അർരിജാലു ഖവ്വാമൂന അല നിസാ, പെണ്ണുങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്തം, അവരുടെ വസ്ത്രം, അവരുടെ ചെലവ്, അവരുടെ മറ്റ് പാർപ്പിടം എന്ന് വേണ്ട ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ആണിന്റെ ചുമതലയാണ്. ഒരു പെൺകോന്തനായി ജീവിക്കാൻ ആണിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ ഒരു സംഗതിയല്ല. ആണിന് ആണിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവകാശം പരിപൂർണമായും അവർ വകവെച്ച് കൊടുക്കണം. കാരണം അവരത്ര മോശമല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുനിയാ മതാ, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വിഭവമാണ്. നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവില്ലേ, അത് വിഭവമാണ്, വല്ലാത്ത ദുനിയാവാണ്. എന്നാൽ റസൂൽ പറയുന്നു, വഖൈറു മതാഇ ദുനിയ, എന്തുമാത്രം ചരക്കുകൾ ഈ ദുനിയാവിൽ ഉണ്ടെങ്കിലും ഏറ്റവും നല്ല ഈ ദുനിയാവിന്റെ വിഭവം എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല ഭാര്യയാണ്, ഒരു നല്ല പെണ്ണാണ്. നോക്കൂ നിങ്ങൾ, ഒരു നല്ല ഭാര്യയാണ് ഏറ്റവും നല്ല വിഭവം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കി, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി, സംരക്ഷണം അത് പരിപൂർണമാക്കി, അവകാശം കൊടുക്കേണ്ടതൊക്കെ കൃത്യമായി കൊടുത്ത്, മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്, മക്കൾ രക്ഷിത മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ ശാന്തി ഉണ്ടാകും. അല്ലെങ്കിലോ ചീറലും പൊട്ടലുമായി എന്നും പ്രശ്നങ്ങളായി അതങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. പിന്നെ അത് ഏതെല്ലാം വഴിയിലേക്കാണ്, എന്തുമാത്രം ദുരന്തങ്ങളിലേക്കാണ് എത്തിച്ചേരുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. ഓരോ നിയമങ്ങളും അത് കൃത്യമായി പാലിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ദുനിയാവിലും അതിനപ്പുറം ആഖിറത്തിലും ലഭ്യമാണ്. അള്ളാഹു അതാണ് നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫള് കൊണ്ട് അതെല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന
മുഅ്മിനുകളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, സ്നേഹിതന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും അള്ളാഹുവേ ഒരുമിച്ച് കൂട്ടണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.